सबको मेरा नमस्कार। आज हम देखेंगे गद्य तरंग की एक चैप्टर सुभान ഖാൻ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സുഭാൻ ഖാൻ എന്ന് പറയുന്ന ഒരു രേഖാചിത്രമാണ് രാംവൃക്ഷ് ബേനിപുരി എന്ന ലേഖകൻ എഴുതിയിട്ടുള്ളത്. അതായത് രാംവൃക്ഷ് ബേനിപുരി ഹിന്ദി സാഹിത്യത്തിലെ രേഖാചിത്ര അല്ലെങ്കിൽ സംസ്മരൺ, വാഗ്മയ ചിത്രം, സംസ്മരൺ എന്നൊക്കെ പറയൂലേ, ഓർമ്മക്കുറിപ്പുകൾ, അതിലൊക്കെ ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് രാംവൃക്ഷ് ബേനിപുരി. മാട്ടി കെ മൂർത്തെ എന്ന് പറയുന്ന അവരുടെ രേഖാചിത്ര സങ്കലനുള്ള ഒരു രേഖാചിത്രമാണ് സുഭാൻ ഖാൻ. മാട്ടി കെ മൂർത്തെ എന്ന് പറയുന്നത് രാംവൃക്ഷ് ബേനിപുരിജീൻ്റെ ചിത്രങ്ങളുടെ സങ്കലനമാണ്. അതിൽ ഒരു രേഖാചിത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്, സുഭാൻ ഖാൻ എന്ന് പറയുന്ന ഒരു രേഖാചിത്രം. അപ്പം നമുക്കതെന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ ഈ രേഖാചിത്രത്തിൽ ഫേമസ് ആയിട്ടുള്ള ആളാണ് സുഭാൻ ഖാൻ. അതാരാണെന്നും എന്താണ് ഈ രേഖാചിത്രത്തിൻ്റെ വിശേഷത എന്നുള്ളതും നമ്മൾ വഴിയേ പറയാം. അപ്പോൾ ഇതൊരു കോൺവെർസേഷനിൽ തുടങ്ങുകയാണ് കേട്ടോ. തുടങ്ങുന്ന രേഖാചിത്രമാണ്. क्या आपका अल्लाह पश्चिम में रहता है, वह पूरब में क्यों नहीं रहता? सुभान दादा की लंबी सफ़ेद चमकती रो बरसाती धाड़ी में अपनी नन्ही उंगलियों को घुसाते हुए मैंने पूछा. उनकी चौटी उपटी पेशानी पर एक उल्लास की झलक और दाढ़ी मूंज की सघनता में धपे पतले अधरों पर एक मुस्कान की रेखा दौड़ गई. अपनी लंबी बाहों की दाहिनी हथेली मेरे सिर पर सुखलाते हुए उन्होंने कहा, नहीं बबुआ, अल्लाह तो पूरब पश्चिम उत्तर दक्षिण सब और है. അപ്പോൾ ഓൾറെഡി പറഞ്ഞു ഇതൊരു കോൺവെർസേഷനാണ്. രാംവൃക്ഷ് ബേനിപുരിയും ഒരു സുഭാൻ ദാദ. രാംവൃക്ഷ് ബേനിപുരി ചെറുതായിരുന്ന സമയത്ത് അവരുടെ അടുത്ത വീട്ടിലുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് സുഭാൻ ദാദ. ഓക്കെ. അപ്പോൾ ഇതിൽ ഹിന്ദു മുസ്ലിം ഏകതയിൽ വന്ന വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ ഒരു പണ്ട് ഹിന്ദു മുസ്ലിംസ് എന്ന് പറയുന്നത് ഭയങ്കര സാഹോദര്യവും ബന്ധമൊക്കെ പുലർത്തിയിരുന്ന ആൾക്കാരാണ്. അത് പതിയെ എങ്ങനെയാണ് ഒരു വർഗീയതയിലേക്ക് എത്തുന്നത് എന്നുള്ളതിൻ്റെ ചെറിയൊരു അംശമാണ് നമുക്ക് ഈ രേഖാചിത്രത്തിലൂടെ കാണാൻ കഴിയുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ കുട്ടിയായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് രാംവൃക്ഷ് ബേനിപുരിജിയാണ്. അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തന്നെ നടന്നൊരു സംഭവമാണ്. അപ്പോൾ സുഭാൻ ദാദേൻ്റെ അടുത്ത് സുഭാൻ ഖാൻ എന്ന് പറയുന്ന ആ വ്യക്തി ഈ കുട്ടിക്ക് ദാദയാണ്. ചോദിക്കുകയാണ്, ക്യാ ആപ്കാ അല്ലാഹ് പശ്ചിമേ റഹ്താ ഹൈ? എന്താണ് നിങ്ങളുടെ അല്ലാഹു, നിങ്ങളുടെ പടച്ചോൻ പടിഞ്ഞാറിലാണോ താമസിക്കുന്നത്, അവിടെയാണോ ഉള്ളത്? വ പൂർവ്വ മേ ക്യോ നഹി റഹ്താ? അവരെന്താ കിഴക്കൊന്നും ജീവിക്കാത്ത, മീൻസ് അവരെന്താ കിഴക്ക് ജീവിക്കാത്ത എന്ന് ചോദിക്കുകയാണ്. सुभान दादा की लंबी सफ़ेद चमकती रोब बरसाती धाड़ी में अपनी नन्ही उंगलियों को घुसाते हुए मैंने पूछा. സുഭാൻ ദാദൻ്റെ നീളമുള്ള നല്ല വെളുത്ത് തിളങ്ങുന്ന ആ ഒരു നല്ലോണം ഇടതൂർന്ന് നിൽക്കുന്ന താടി, നല്ല നീണ്ട് വെളുത്ത് നല്ല കട്ടിയായിട്ട് നിൽക്കുന്ന താടിയിൽ എൻ്റെ ചെറിയ വിരലുകൾ ഒന്ന് തഴുകിക്കൊണ്ട് ഞാൻ ചോദിച്ചു, അതെന്താ ദാദാ നിങ്ങളുടെ അല്ലാഹു പടിഞ്ഞാറ് മാത്രം ജീവിക്കുന്നേ, അതെന്താ പൂർവ്വത്തിൽ ജീവിക്കാത്തതെന്ന് ഞാൻ ചോദിച്ചു. എനിക്ക് ചൗട്ടി ഉപടി പേശാനി, ചൗട്ടി ഉപടി എന്ന് വെച്ചാൽ നല്ല നെറ്റിത്തടം, ചൗട്ടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പരന്ന, ഉപടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നീളവും വീതിയുള്ള, പേശാനി എന്ന് വെച്ചാൽ നെറ്റി. പേശാനിയിൽ एक उल्लास की झलक और दाढ़ी मूंज को सखनता में धपे पतले हथेलियों पर एक मुस्कान की रेखा दौड़ गई. അപ്പം ഞാനിങ്ങനെ ചോദിച്ചപ്പോൾ അവരുടെ നെറ്റിയിൽ, നമ്മൾ ദേഷ്യപ്പെട്ടാൽ നമ്മുടെ നെറ്റിയിൽ വരകൾ വരും, ചിരിച്ചാലൊരു വേറൊരു ഇത് വരും. നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ ഒന്ന് ദേഷ്യപ്പെട്ട് നോക്കുക, എന്നിട്ട് നെറ്റിയിൽ തൊട്ട് നോക്കുക, അതുപോലെ ചിരിച്ച് നോക്കുക. അതുപോലെ ചിരിച്ചിട്ട് സുഭാൻ ദാദേൻ്റെ നെറ്റിയിൽ ഒരു ഉല്ലാസ്കി ഝലക്, ഒരു സന്തോഷത്തിൻ്റെ ഒരു തരി വന്നു. അതുപോലെ തന്നെ താടിക്കും മീശയ്ക്കും ഇടയിൽ ഒരു ചെറിയൊരു രേഖ, ഒരു ചെറിയ രേഖ പോലെ, ഒരു വര വരച്ച പോലെ ചിരിച്ചു സുഭാൻ ദാദ, എന്ന് വെച്ചാൽ പുഞ്ചിരിച്ചു.
अपनी लंबी बाहों की दहनी हथेली मेरे सिर पर സുഹൽത്തെ ഹുയെ ഉനോനെ കഹ. അവരുടെ നീളമുള്ള കൈകൾ കൊണ്ട് എൻ്റെ തലയിൽ ഒന്ന് തഴുകിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, നെഹി ബബുവ, അല്ല മോനെ, അല്ലാത്തോ പൂരബ് പശ്ചിം ഉത്തർ ദക്കിൻ സബ് ഓർ ഹേ. അപ്പോൾ അല്ലാഹു എന്താണ് പടിഞ്ഞാറ് മാത്രമല്ല, പടിഞ്ഞാറും കിഴക്കും തെക്കും വടക്കും എല്ലാ സ്ഥലത്തും ഉണ്ട് എന്ന് പറയാണ്. तो फिर आप पश्चिम मुख गड्ढे होकर ही नमाज क्यों पढ़ते हैं? അപ്പോൾ ആ കുട്ടി ചോദിക്കുകയാണ്, അപ്പോൾ പിന്നെ നിങ്ങൾ എന്തിനാണ് പടിഞ്ഞാറ് വശത്തേക്ക് മാത്രം നോക്കിയിട്ട് നമസ്കരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. पश्चिम मोर के मुल्क में अल्लाह के रसूल आए थे, जहाँ रसूल आए थे वहाँ हमारे तीर्थ है, हम उन्हीं तीर्थों की ओर मुँह करके अल्लाह को याद करते हैं. അപ്പോൾ സുബാൻ ദാദ പറയാണ്, അതെന്തുകൊണ്ടാണെന്നറിയോ പശ്ചിമിലേക്ക് നോക്കിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്? പശ്ചിം ദിശയിൽ അല്ലെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്തെ ആ ദിശയിൽ നിന്നാണ് അല്ലാഹുവിൻ്റെ റസൂല് ദൂതൻ അല്ലെ, പ്രവാചകൻ അല്ലേ, നിങ്ങൾക്ക് കുറച്ചും കൂടെ നന്നായിട്ട് അറിയായിരിക്കും. പ്രവാചകൻ, അല്ലാഹുവിൻ്റെ പ്രവാചകൻ വരുന്നത് പശ്ചിമിൽ നിന്നാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെയാണ് ഞങ്ങളുടെ തീർത്ഥസ്ഥാനം. മക്ക മദീനയൊക്കെ പടിഞ്ഞാറല്ലേ, നമ്മുടെ ഇവിടെ നിന്ന് നോക്കിയാൽ പടിഞ്ഞാറ് വശത്ത്. അപ്പോൾ മക്ക മദീനയിൽ നിന്നാണ്, അതാണ് ഞങ്ങളുടെ തീർത്ഥസ്ഥലം. ആ തീർത്ഥസ്ഥലത്തിൽ നിന്ന് അല്ലാഹുവിൻ്റെ പ്രവാചകൻ അവിടെ നിന്നാണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് നോക്കി പ്രാർത്ഥിക്കുന്നത് ആ പ്രവാചകനെ സ്തുതിക്കുന്ന മുഹമ്മദ് നബീനെ തന്നെയല്ലേ പ്രവാചകൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ ആ പ്രവാചകൻ അവിടെ നിന്നാണ് വരുന്നത്, റസൂൽ അവിടെ നിന്നാണ് വരുന്നത്, ദൈവദൂതൻ അവിടെ നിന്ന് വരും. അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങോട്ടും മുഖം തിരിച്ചിട്ട് അല്ലാഹുവിനെ പടച്ചോനെ പ്രാർത്ഥിക്കുന്നത് എന്ന് പറയാണ്. വോ തീരത്ത് എഹാംസി കിത്നി ദൂർ ഹോങ്കെ, ആ തീർത്ഥസ്ഥലം ഇവിടെ നിന്ന് എത്ര ദൂരമുണ്ട് എന്ന് ചോദിക്കുന്നു. ബഹുത് ദൂർ, വളരെയധികം ദൂരമുണ്ട്. ജഹാം സൂരത് ദേവത ടുത്തെ ഹേ. അപ്പോൾ ആ കുട്ടി ചോദിക്കുകയാണ്, എവിടെയാണോ സൂര്യനും ദേവതയൊക്കെ, സൂര്യനൊക്കെ മുങ്ങുന്നത്, മീൻസ് അസ്തമിക്കുന്നത്, അവിടെയാണോ നിങ്ങളുടെ തീർത്ഥസ്ഥാനം എന്ന് ചോദിക്കുകയാണ്. നെയ് ഉസ്സേ കുച്ച് ഇതർഹി, അവിടെയല്ല, അവിടെ നിന്ന് കുറച്ച് ഇങ്ങോട്ട്. ആപ് ഉൻ തീർത്ഥോമേ ഗയി ഹേ സുബാൻ ദാദ, നിങ്ങൾ ആ തീർത്ഥസ്ഥലത്തേക്ക് പോയിട്ടുണ്ടോ സുബാൻ ദാദ എന്ന് ചോദിക്കുകയാണ്. देखा, सुभान दादा की बड़ी बड़ी आंखों में आंसू ठपठपा आई, उनका समूचा चेहरा लाल हो उठा, बाविबौर हो गदगद कंठ से बोले, वहाँ जाने में बहुत खर्च पड़ते हैं बबुआ, मैं गरीब आदमी ठहराना, इस बुढ़ापे में भी इतनी मेहनत मशक्क़त कर रहा हूँ कि कहीं कुछ पैसे बचा पाऊँ और उस पाक जगह की ज़ियारत कराऊँ. അപ്പോൾ നിങ്ങൾ അവിടെ പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചതും സുബാൻ ദാദൻ്റെ ആ വലിയ കണ്ണുകളിൽ ടപ്പേന്ന്, അതായത് ഇങ്ങനെ പെട്ടെന്ന് വെള്ളം ഇങ്ങനെ നിറഞ്ഞ് വീഴാൻ തുടങ്ങി. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ മുഖം നല്ല ചുവന്നതായിപ്പോയി. വിവോർ ഹോ, എന്നിട്ട് അദ്ദേഹത്തിൻ്റെ എക്സ്പ്രഷനൊക്കെ മാറിയിട്ട് അദ്ദേഹം തൊണ്ട ഇടറിക്കൊണ്ട് പറഞ്ഞു, അവിടെയൊക്കെ പോകണമെങ്കിൽ നല്ലോണം കാശ് ചിലവാവും മോനെ, ഞാൻ ഗരീബ് ആദ്മി ടെഹ്റാന, ഞാൻ ഭയങ്കര പാവപ്പെട്ട വീട്ടിലെ ആളല്ലേ, അപ്പം ഇത്രയും വയസ്സായിട്ടും ഞാൻ ഇപ്പോഴും കഷ്ടപ്പെടുന്നുണ്ട്. കുറച്ച് കാശ് മക്കയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഈ വർഷമെങ്കിലും ആ ഒരു തീർത്ഥ സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ ആ ഒരു അല്ലാഹുവിൻ്റെ സാന്നിധ്യമുള്ള ആ മണ്ണിലേക്ക് പോകണമെന്ന് ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നുണ്ട്. ഏറ്റവും വലിയ ആഗ്രഹം അതാണ് എന്ന് പറയാണ്. അദ്ദേഹത്തിന് ഇത്രയും വയസ്സായിട്ടും സാധിക്കാത്തത് കൊണ്ട് അവർ കരയാണ്. उनकी आंखों को देखकर मेरा बचपन की दिल भी भावना से ओतप्रोत हो गया. मैंने उनसे कहा, मेरा मामा जी से कुछ खर्च क्यों नहीं लेते दादा. അപ്പോൾ അദ്ദേഹം കരയുന്നത് കണ്ടപ്പോൾ എൻ്റെ ഈ കുട്ടിയായിട്ടുള്ള എൻ്റെ മനസ്സ് ഭയങ്കരമായിട്ട് നിറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ മാമൻ്റെ അടുത്ത്, എൻ്റെ അമ്മാവൻ്റെ നിന്ന് കുറച്ച് കാശ് കടം വാങ്ങിച്ചിട്ട് പൊക്കൂടെ എന്ന് ഞാൻ ചോദിച്ചു. കർജ് കെ പൈസ സെ തീർത്ത് കർണേ മേ സവാബ് നഹി മിൽത്ത ബബുവ. കടം വാങ്ങിയ കാശും കൊണ്ട് അവിടെ തീർത്ഥാടനം നടത്തിയാൽ, അല്ലെങ്കിൽ അവിടെ പോയാൽ അതിനുള്ള ഫലം കിട്ടൂല മോനെ. അല്ലാഹ് ചാഹാ തോ 1-2 സാൽ മേ ഇത്തനെ ജമാ ഹോ ജായേങ്കി കി കിസി തരഹ് വഹാൻ ജാ സക്കൂ. അല്ലാഹു അനുഗ്രഹിക്കുകയാണെങ്കിൽ 1-2 വർഷം കൊണ്ട് ഞാൻ സ്വരുക്കൂട്ടി വെച്ച കാശും കൊണ്ട് അങ്ങോട്ടേക്ക് എനിക്ക് പോവാൻ സാധിക്കും. കുറച്ചായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് പോവാൻ പറ്റും. വഹാം സെ മേരെ ലിയേ ബി കുച്ച് സൗഖത്ത് ലായെങ്കി നാ, ക്യാ ലായെങ്കി. അപ്പോൾ നിങ്ങൾ അവിടെ പോവുകയാണെങ്കിൽ
വരുമ്പോൾ എനിക്ക് എന്തെങ്കിലും സമ്മാനം കൊണ്ടുവരുമോ? നിങ്ങൾ തീർത്ഥസ്ഥാനത്തേക്ക് പോയി വരുമ്പോൾ എന്താ കൊണ്ടുവരിക എന്ന് ചോദിക്കുകയാണ് കേട്ടോ കുട്ടി. അപ്പോൾ പറയാണ് വഹാം സെ ലോഗ് ഖജൂർ ഔർ ചുഹാരെ ലാത്തേ ഹി. അപ്പോൾ അവിടെ നിന്ന് വരുന്ന ആൾക്കാർ, ഖജൂർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈത്തപ്പഴം, ചുഹാര എന്ന് പറഞ്ഞാലും വേറൊരു പഴമാണ് കേട്ടോ. അത് രണ്ടുമാണ് അവിടെ നിന്ന് കൊണ്ടുവരിക എന്ന് പറഞ്ഞു. हाँ हाँ मेरे लिए चुहारे की लाएगी लेकिन एक दर्जन से कम नहीं लूँगा हूँ. ആ ഓക്കെ, എനിക്കും ചുഹാര കൊണ്ടുവന്നാൽ മതി അവിടെ നിന്ന്, പക്ഷെ 1 ഡസൻ എന്താണെങ്കിലും വേണം, അതിൽ കുറയാൻ പറ്റൂല കേട്ടോ എന്ന് പറയാണ്.